എല്ലാവർക്കും നല്ല നമസ്കാരം. ഒരു ചീങ്കണ്ണി പോലും ഇല്ലാണ്ട് പിന്നെ എന്തുട്ട് നമ്മടെ ചാലക്കുടി പുഴ എൻ്റെ പ്രിയപ്പെട്ട ചാലക്കുടിക്കാരെ. സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാലക്കുടി പുഴയിൽ മുതലേനെ കണ്ടു. മുതലയുടെ കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങിയത് കണ്ടു. ചീങ്കണ്ണി പല ആഴമുള്ള സ്ഥലങ്ങളിലുണ്ട്. ചീങ്കണ്ണിയുടെ കുഞ്ഞുങ്ങൾ ഇപ്പോൾ വിരിഞ്ഞിറങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ എവിടെ കണ്ട കാഴ്ച? ഇന്ന് രാവിലെ നമ്മുടെ വെറ്റിലപ്പാറയിൽ വരടക്കയം എന്ന് പറയുന്ന സ്ഥലത്ത് തോട്ടിൽ അലക്കാനെത്തിയ ചേച്ചിമാരാണ് തോടിൻ്റെ സമീപം ചീങ്കണ്ണി കുഞ്ഞിനെ കണ്ടത്. സംഭവം ചാലക്കുടി പുഴയിലെ ആഴമുള്ള ഭാഗങ്ങളിൽ പല സ്ഥലങ്ങളിലും ചീങ്കണ്ണികളുണ്ട്. അത് നമ്മുടെ കണ്ണൻകുഴിയിലുണ്ട്, അതുപോലെ തന്നെ പിള്ളപ്പാറയിലുണ്ട്, വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിലുണ്ട്, വെറ്റിലപ്പാറ സ്കൂളിൻ്റെ അവിടെയുണ്ട്, അതുപോലെ തന്നെ വഞ്ചിക്കടവിലുണ്ട്. ഇവിടെയൊക്കെ ചീങ്കണ്ണീനെ കണ്ടിട്ടുണ്ട്. വലിയ പ്രശ്നങ്ങളൊന്നും ആകെ ടോട്ടൽ മൊത്തത്തിലൊന്നും ഉണ്ടായിട്ടില്ല. സംഭവം ഈ പുതുമഴ അങ്ങോട്ട് പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഊത്തൽ മീൻ കയറും. അപ്പോൾ അതിൻ്റെ മണം അടിച്ച് മീനുകളുടെ മണമൊക്കെ അടിച്ചിട്ട് നമ്മുടെ ചീങ്കണ്ണി കുഞ്ഞുങ്ങൾ ഇതിനെ പിടിക്കാൻ വേണ്ടി വരും. അങ്ങനെ പുറത്തിറങ്ങിയേക്കുന്നതാണ് ഇപ്പോൾ സംഭവം. വേറെ കുഴപ്പം പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മുടെ വെറ്റിലപ്പാറ സ്വദേശി സിനോഷ് പുല്ലൂർക്കാട്ടാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത്. സിനോഷിനൊരു അഭിനന്ദനം. ചാലക്കുടി പുഴയിലെ വെറ്റിലപ്പാറ മേഖലയിൽ പല പ്രദേശങ്ങളിലും ഈ ചീങ്കണ്ണി കുഞ്ഞുങ്ങളെ കാണുന്നതായിട്ട് നാട്ടുകാർ പറയുന്നുണ്ട്. എന്തായാലും ജനവാസ മേഖലകളിലൊക്കെ തന്നെ ഈ ചീങ്കണ്ണി കുഞ്ഞുങ്ങൾ ഇറങ്ങിയതായിട്ടുള്ള ഒരു വാർത്ത പറയാണ്. ശ്രദ്ധിക്കുക. ആകെ ടോട്ടൽ മൊത്തം വേറെ പ്രശ്നങ്ങളൊന്നും കേട്ടുകേൾവിയില്ലെങ്കിലും പുഴയിലേക്ക് ഇറങ്ങുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഇവിടെയൊക്കെ എല്ലാ ആഴമുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ ചീങ്കണ്ണി കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ചീങ്കണ്ണി ആശാന്മാരുണ്ടാവുമല്ലോ. ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണെന്ന് കൂടി പറയുന്നു. നന്ദി, നമസ്കാരം.